നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന ഈ മന്ത്രിസഭ അവസാനിക്കാൻ, ഈ ഭരണം അവസാനിക്കാൻ ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി. ഈ ഒരു ഭരണം അവസാനിക്കുമ്പോൾ 3.0 എന്ന കിനാ സ്വപ്നമൊക്കെ കണ്ടു നടക്കുകയാണ് പലരും. പകൽ സ്വപ്നമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മലയാളികൾ മണ്ടന്മാരാണെന്നും ഇനിയും വല്ല കിറ്റോ പെൻഷനോ ഒരു 100 രൂപ കൂട്ടിക്കൊടുത്താൽ കൊണ്ട് വോട്ട് കുത്തി കൊടുക്കുമെന്ന വിചാരം അവർക്ക് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി രാഷ്ട്രീയ ഗിമ്മിക്കുകൾ കാണിക്കാനുള്ള സാധ്യത 100-ൽ 1000% ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നം പാടിയിട്ടും അവർ തോറ്റു എന്ന് സമ്മതിക്കാൻ കിടന്ന് പിടാപ്പാടുപെടുകയാണ്. തോറ്റിട്ടില്ല, ശരിയാണ്, സീറ്റുകളൊക്കെ കുറവാണ്, ശരിയാണ്. പക്ഷേ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള ആ ഒരു പോയിന്റിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ളവർ സമൂഹ മാധ്യമങ്ങൾ കിടന്നങ്ങനെ മെഴുകുന്നതാണ് കാണാൻ സാധിക്കുന്നത്. VD സതീശൻ പറഞ്ഞ വളരെ വലിയൊരു പോയിന്റ് ഉണ്ട് കേട്ടോ. CPM-നെ തോറ്റു എന്ന് വിശ്വസിക്കാനാണ് പാട്. കാരണം നിലമ്പൂർ ബൈ ഇലക്ഷൻ സമയത്ത് അവരുടെ ചില വാക്കുകൾ കേട്ട് അല്ലെങ്കിൽ അവരുടെ ചില കണക്കുകൾ കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഞങ്ങളല്ലേ ജയിച്ചതെന്ന് പോലും അദ്ദേഹം ഒന്ന് തിരിച്ചു ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ കണക്കുകൾ കൊണ്ട് ഗിമിക്ക് കാണിക്കാനും വായ്ത്താളം അടിച്ച കാര്യങ്ങൾ നടത്താനും ഗോവിന്ദ മാഷ് ഇതിലൊരു പറ്റിയ ഒരാളാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ഒരു തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ CPM മന്ത്രിസഭ ഭരണത്തിലേറില്ല എന്ന് 100% ആണയടിച്ച് ജനങ്ങൾ പറയുമ്പോൾ പല സ്ത്രീകളുടെയും ശാപവും പേറിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പടിയിറങ്ങാൻ പോകുന്നത് എന്നുകൂടി ഓർക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സധൈര്യം മുന്നോട്ട് വരുന്ന, എപ്പോഴും അവരുടെ വ്യക്തിപരമായ ചില കാര്യങ്ങളോട് നമുക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിലും എന്നാൽ സധൈര്യം മുന്നോട്ട് വരുന്ന അവരുടെ കൃത്യമായ നിലപാടിനോട് നമ്മൾ എപ്പോഴും കൈയടിക്കാറുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല. സ്വപ്ന സുരേഷ് ആണ്. സ്വപ്ന സുരേഷ് അവരുടെ ഒരു യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ഡിസംബറിൽ അവർ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ താൻ ഇതുവഴി പറയുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് കഴിഞ്ഞ ഒരു വർഷമായി അതിൽ മറ്റു വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. സ്വപ്ന സുരേഷിനെ കൊന്നുകളഞ്ഞു എന്ന് പോലും പലരും സംശയിച്ച ചോദ്യങ്ങളുമായി എത്തിയിരുന്നു. എന്നാൽ സ്വപ്ന സുരേഷ് ഇപ്പോൾ അവരുടെ യൂട്യൂബ് ചാനലിൽ സ്വപ്ന ടോക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാനൽ പേരൊക്കെ മാറ്റി തുടങ്ങുകയാണ്. എന്നിട്ട് അവർ പറയുന്നത്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സധൈര്യം പറയാനുണ്ട് എന്നുള്ളതാണ്. അതായത് ഇവിടുത്തെ ജേർണലിസ്റ്റുകൾ ചോദിക്കാത്ത, ഇവിടുത്തെ മാധ്യമങ്ങൾ അഡ്രസ് ചെയ്യാത്ത, എന്നാൽ ചോദിക്കാൻ ഭയപ്പെടുന്ന, ധൈര്യമില്ലാത്ത, ചില സത്യങ്ങൾ അറിഞ്ഞിട്ടും പറയാൻ പോലും ധൈര്യമില്ലാത്ത കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എനിക്ക് ചാനലിന്റെ റീച്ച് കൂട്ടാനോ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം എന്നൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോർക്കും, നമ്മളെ പറ്റിക്കുന്ന ഈ ഭരണ സമിതി നമുക്ക് വേണ്ട, അല്ലെങ്കിൽ ഭരണം നമുക്ക് വേണ്ട, വികസനം എന്ന് പറഞ്ഞ് ഇവർ എന്ത് വികസനമാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷ എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളെ തന്നെ ചതിക്കുന്ന ഇവർ എന്ത് തരത്തിലുള്ള ഭരണമാണ് കാഴ്ചവെക്കുന്നത്. അങ്ങനെ ഒരുത്തരും അല്ലെങ്കിൽ ഒരു ഭരണാധികാരികൾ നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മളെ പറഞ്ഞു പറ്റിക്കേണ്ട. നമ്മൾ പ്രബുദ്ധ കേരളമാണ്, നമ്മൾ കൃത്യമായി തന്നെ സത്യത്തിന് വേണ്ടി നിലകൊള്ളും. അതുകൊണ്ട് തന്നെ എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഞാനൊരു സീരീസ് ആയിട്ടാണ് ഇത് ഇറക്കുന്നത്. നമ്പർ വൺ കേരള എന്നാണ് എന്റെ ഈ ഒരു സീരീസിന് ഞാൻ പേരിട്ടിരിക്കുന്നത്. നമ്പർ 1 എന്നുള്ള വാക്കിൽ നമുക്കറിയാം, കേരളത്തിന്റെ നമ്പർ 1 എന്ന നമ്പർ എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനം, മുഖ്യമന്ത്രിയുടെ നമ്പർ, ഇതെല്ലാം തന്നെ നമ്പർ 1 എന്നുള്ള മുഖ്യമന്ത്രി. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ 10 വീഡിയോയും കൊണ്ടു ചെല്ലുന്നത് മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്പർ 1 കേരളം എന്ന് പറയുന്ന പല നെഗറ്റിവിറ്റിയും, അതായത് ഒരു സ്വർണ്ണക്കൊള്ള നടന്നു, അതിൽ ഇത്തരത്തിലുള്ള സ്വർണ്ണക്കൊള്ള നടക്കുന്നത്, അതിന് കേരളം നമ്പർ 1 ആണ്. അതുപോലെ തന്നെ സ്ത്രീ പീഡനങ്ങൾ, സ്ത്രീധന പീഡനങ്ങൾ, സ്ത്രീകൾക്ക് മേലുള്ള അധിക്ഷേപങ്ങൾ, ഇവയെല്ലാം തന്നെ നമ്പർ 1 ആയി മാറുന്ന, പല നെഗറ്റിവിറ്റിക്കും നമ്പർ 1 ആയി മാറുന്ന കേരളമായി നമ്മൾ മാറിയിരിക്കുന്നു. അത് ഒരു കാരണവശാലും നടക്കരുത്. അങ്ങനെ ഈ നമ്പർ 1-നെ കുറിച്ച് സംസാരിക്കാനാണ് എനിക്ക് താല്പര്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയുക, നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്ത് ഒരുമിച്ച് സ്റ്റാൻഡ് ചെയ്യാം. തുടരെ തന്നെ വീഡിയോകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് സ്വപ്ന സുരേഷ് അവസാനിപ്പിക്കുകയാണ്. അതായത് കാണുമ്പോൾ മനസ്സിലാകുന്നത്, സ്വപ്ന സുരേഷിന് നിരവധി കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. സ്വപ്ന സുരേഷിന് നിരവധി കാര്യങ്ങൾ കൃത്യമായി ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വപ്ന സുരേഷ് ആ കാര്യവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവർക്ക് ഒരുപാട് പറയാനുണ്ട്. എന്തായാലും അതിന്റെ ചില കമന്റുകൾ കൂടി നമുക്കൊന്ന് വായിക്കാം. നമസ്തേ, പുതിയ സംരംഭത്തിന് ആശംസകൾ. കോവിഡ് കാലത്താണ് താങ്കളെ കുറിച്ചും താങ്കൾക്ക് UAE കോൺസുലേറ്റുമായി സംസ്ഥാന സർക്കാരുമായുമുള്ള ബന്ധങ്ങളെ കുറിച്ചുമുള്ള വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ ആദ്യമായി അറിയുന്നത്. സംസ്ഥാന സർക്കാർ താങ്കൾക്കുണ്ടായ
ഉണ്ടാക്കിയ പ്രയാസങ്ങളെ കുറിച്ചുള്ള വാർത്തയാണ് ഏറ്റവും അവസാനം ആ വിഷയത്തിൽ കേട്ടത്. സംസ്ഥാന സർക്കാരിൽ നിന്ന് താങ്കൾക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ അറിഞ്ഞപ്പോൾ വിഷമം തോന്നി. ഒരു പക്ഷേ രാജ്യദ്രോഹ കുറ്റം എന്ന് കണക്കാക്കാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അന്ന് നടന്നതായാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലായത്. അപ്പോഴാണ് മറ്റൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നത്. താങ്കളോടുള്ള ചോദ്യം ഇതാണ്: ഒരു കള്ളക്കൂട്ടത്തോടൊപ്പം വളരെ കാലം പ്രവർത്തിച്ചതിന് ശേഷം അവരിൽ നിന്ന് ദുരനുഭവങ്ങൾ ഉണ്ടായപ്പോൾ ചെയ്തപ്പോൾ മാത്രമാണ് താങ്കൾ അവർക്കെതിരെ പറഞ്ഞു തുടങ്ങിയത്, പ്രതികരിച്ചു തുടങ്ങിയത്. അങ്ങനെ ഒരു ദുരനുഭവം ആ കൊള്ളക്കാരന്മാരിൽ നിന്നും ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ താങ്കൾ എന്താണോ അതുവരെ ചെയ്തുകൊണ്ടിരുന്നത് അത് ഇപ്പോഴും തുടരുമായിരുന്നില്ലേ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള വഴക്ക് മൂലം താങ്കൾ അവരിൽ നിന്നും ഇപ്പോൾ അകന്നു നിൽക്കുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾ ഒരുമിച്ച് ഒരു കാലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ധാർമ്മികമായിട്ടുള്ള, അതായത് ധാർമ്മികത, സത്യസന്ധത, ദേശീയബോധം എന്നീ വിഷയങ്ങളിൽ താങ്കളും അവരും തമ്മിൽ ഏത് രീതിയിലാണ് വ്യത്യാസമുള്ളത് എന്നാണ് എന്റെ ചോദ്യം. 6 മിനിറ്റ് ദൈർഘ്യമുള്ള വിഷയാവതരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് നമുക്ക് പല വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയായിട്ടാണ് താങ്കൾ ഇതിനെ കാണുന്നത് എന്നാണ്. അതുകൊണ്ടാണ് താങ്കളിൽ നിന്ന് തന്നെ അറിയാൻ വേണ്ടി ഈ ചോദ്യം ഇവിടെ എഴുതുന്നത്. വളരെ പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ്. കാരണം അതായത് ഒരു കൊള്ളക്കടത്തുകാരിയെ അല്ലെങ്കിൽ കള്ളക്കടത്തുകാരിയെ ഒക്കെ തന്നെ വന്ന് വിമർശിക്കുകയും വലിയ നല്ല പിള്ള ചമയുകയും ചെയ്തു കഴിഞ്ഞാൽ മലയാളികൾ ഇരുകൈ നീട്ടി സ്വീകരിക്കണോ എന്നുള്ള ചോദ്യം സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട പലരും ചോദിച്ചിട്ടുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള ഒരു വളരെ വ്യക്തമായ, പലരും പല ഭാഷയും ഉപയോഗിച്ച് പലതരത്തിലും തരം താഴ്ത്തിയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും ഇവിടെ വളരെ വ്യക്തമായ ഒരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിന് സ്വപ്ന സുരേഷ് തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. ഷുവർ, ഐ വിൽ മേക്ക് എ ഡീറ്റെയിൽഡ് വീഡിയോ ഓൺ യുവർ ക്വസ്റ്റ്യൻ provided I need to cross check with the legal team whether it will be the contempt of court or not. But in short, it is not enmity. It is helping those who are now being exploited by such power, like how my life was ruined എന്നാണ് പറയുന്നത്. അതായത് എനിക്ക് ഇതിനെക്കുറിച്ച് വിശദമായി തന്നെ പറയാനുണ്ട്, എനിക്ക് അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ വിശദമായ ഒരു വീഡിയോ ചെയ്യാം. പക്ഷെ എനിക്ക് ലീഗൽ ടീംസുമായിട്ട് ഒന്ന് ആലോചിച്ച ശേഷം മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം അതൊരു കോടതി ലക്ഷ്യമായി മാറാനുള്ള സാധ്യത ഉണ്ടോ എന്ന് കൂടി അറിയാനുണ്ട്. കാരണം കോടതിയിൽ ഇരിക്കുന്ന കേസാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത്രയും വിശാലമായി സംസാരിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് പറയേണ്ടതുണ്ട്. ഒപ്പം ഒരു കാര്യം ഞാൻ പറയാം, എന്നെ അവർ ആ വഴിയിലേക്ക് കൊണ്ടെത്തിച്ചതാണ് എന്നുള്ളത്, എന്നെ ആ വഴിയിലേക്ക് അവർ കൊണ്ടെത്തിച്ചതാണ് എന്നത് മാത്രം എനിക്ക് വ്യക്തമായി പറയാമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും സ്വപ്ന സുരേഷിന്റെ ഈ ഒരു ദൗത്യം, സ്വപ്ന സുരേഷിന് ഇടാൻ പോകുന്ന വീഡിയോകൾ, അത് ഏത് തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുരുക്കുമെന്ന കാര്യം നമുക്കറിയില്ല. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം സ്വപ്ന സുരേഷ പല കുറിയാണ് മുഖ്യമന്ത്രിയെ തീച്ചൂളയിൽ ഇട്ടത് എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല.